രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് വ്യവസായിയുടെ മൊഴി. 2019-2020 കാലയളവിലാണ് വിഗ്രഹ കടത്ത് നടന്നത്. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശി. മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ ദുബായ് കേന്ദ്രീകരിച്ചെന്ന വ്യവസായിയുടെ വെളിപ്പെടുത്തൽ. പഞ്ചലോഹ വിഗ്രഹങ്ങൾക്ക് പണം നൽകിയത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണെന്നും വ്യവസായി. ദിസ്ന സുരേഷ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, അങ്ങേയറ്റം ഗൗരവതരമായ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട്, അന്താരാഷ്ട്ര മാഫിയ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് രമേശ് ചെന്നിത്തലയാണ് പറയുന്നത്. രമേശ് ചെന്നിത്തലയോട് ഒരു വ്യവസായി പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ വ്യക്തമാക്കിയതും. പക്ഷേ ഇപ്പോൾ നിലവിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ തന്നെയല്ലേ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽക്ക് തന്നെ അന്താരാഷ്ട്ര ബന്ധം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ അന്താരാഷ്ട്ര ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ ഉണ്ടായിരിക്കുന്നു. പ്രധാനമായും രമേശ് ചെന്നിത്തല മുഖേന ഒരു വ്യവസായി ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് വ്യവസായിയുടെ മൊഴിയിലുള്ളത്. അതായത് ഒരു വാഹനം നിറയെ പണവുമായി എത്തിയെന്നാണ് ലഭിച്ച വിവരമെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ ഡി മണി എന്ന സംഘമാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു തട്ടിപ്പിനായി എത്തിയത് എന്ന് ഒരു വ്യവസായി മൊഴി നൽകിയിരിക്കുകയാണ്. ഈ സംഘം ഒരു വാഹനം നിറയെ പണവുമായി എത്തി. ആ വാഹനത്തിൽ അതോടൊപ്പം തന്നെ ഇവർക്കൊരു കേന്ദ്രമുണ്ട് ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്. ആ കേന്ദ്രത്തിൽ പൊതിഞ്ഞു വെച്ച നിലയിൽ കുറേയേറെ വിഗ്രഹങ്ങൾ കാണാൻ സാധിച്ചു എന്നും ഈ വ്യവസായി മൊഴിയിൽ പറഞ്ഞിരിക്കുന്നു. അത് ഏറ്റവും ഗൗരവതരമായ ഒരു മൊഴിയായി പരിഗണിക്കപ്പെടുകയാണ്. ഇപ്പോൾ എവിടെ നിന്നാണ് ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ ലഭിച്ചത്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിരിക്കുന്നു എന്നത് തന്നെയാണ് രോഹിണി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഗ്രഹ കടത്ത് നടന്നത് 2019-2020 കാലയളവിലാണെന്നും ഈ മൊഴിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഡി മണി എന്നറിയപ്പെടുന്നത് ഒരു ചെന്നൈ സ്വദേശിയാണ് എന്ന വിവരങ്ങൾ കൂടി ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പണം വാങ്ങിയത് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനെന്നും ആണ് വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഡി മണിയെ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുക. ചെന്നൈ സ്വദേശിയാണെന്നൊരു വെളിപ്പെടുത്തൽ കൂടി വ്യവസായിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പല കാര്യങ്ങളും അന്വേഷിക്കേണ്ടതായിരിക്കുന്നു. ഇയാൾ പ്രധാനമായും ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യവസായിയാണ് എന്നൊരു വെളിപ്പെടുത്തൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾക്ക് പണം നൽകിയത് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ് എന്നൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരികയാണ്. പണം കേരളത്തിലെത്തിയത് ഡിണ്ടിഗലിൽ നിന്ന് മണി വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തി എന്ന് തുടങ്ങിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ വ്യവസായി മൊഴിയായി നൽകിയിരിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ബന്ധം ആരോപണമുണ്ടായിരുന്നു. ആ ആരോപണം സ്ഥിതിവെക്കുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു. ഈ പഞ്ചലോഹ വിഗ്രഹം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒരു കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള കുറേയേറെ വിഗ്രഹങ്ങൾ കണ്ടിരുന്നു എന്ന് തന്നെയാണ് ഈ വ്യവസായി മൊഴി നൽകിയത്. ഈ രമേശ് ചെന്നിത്തല ഈ വ്യവസായി സമീപിക്കുന്നത് ഇപ്രകാരമായിരുന്നു. അതായത് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ വിഗ്രഹം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഘം തന്നെ സമീപിക്കുകയുണ്ടായി. അതിൻ്റെ കൂടുതൽ രേഖകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യവസായി രമേശ് ചെന്നിത്തലയെ സമീപിച്ചതെന്ന കഴിഞ്ഞ തവണ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൂടുതൽ തെളിവുകളുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. അതുപ്രകാരമാണ് രമേശ് ചെന്നിത്തല SITക്ക് കത്തയച്ചത്. തുടർന്ന് രമേശ് ചെന്നിത്തല മുഖേനയാണ് ഈ വ്യവസായി ഇത്തരത്തിലൊരു മൊഴി നൽകിയിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ കൂടുതൽ ബന്ധങ്ങളിലേക്ക് പോകുന്നതോടൊപ്പം കൂടുതൽ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ കടത്തപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചൊരു കേന്ദ്രം തന്നെ ഈ പഞ്ചലോഹ വിഗ്രഹം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ എത്തിക്കുന്ന ഒരു കേന്ദ്രം തന്നെ ഉണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ കൂടി നടക്കുന്നു. വലിയ ഉന്നതരുടെ നേതൃത്വത്തിലാണ് ഈ പണമിടപാടുകൾ നടന്നത് എന്നതുകൂടി ഈ വ്യവസായി മൊഴി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ രോഹിണിയുള്ളത്. എന്തായാലും ഈ ഡി മണി അതോടൊപ്പം തന്നെ തമിഴ്നാട് സ്വദേശി പ്രധാനമായും ചെന്നൈ സ്വദേശിയായ ഇയാൾ എവിടെയുള്ള ആളാണ്, ദുബായ് കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നത് തന്നെയാണ് ഇപ്പോൾ
ചോദിക്കുവാനുള്ള ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വസ്തുതകൾ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഡി മണിയിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. കാരണം പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കം കടത്തി എന്നുള്ള മൊഴി വരുമ്പോൾ അത് ഡി മണിയുടെ പക്കലുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ കൃത്യമായി ഇനി ഡി മണിയിലേക്ക് എത്തിയാൽ മാത്രമല്ലേ കാര്യങ്ങളുടെ ഒരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ SIT സംഘം ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ തലത്തിലേക്ക് തന്നെയാകുമോ നീങ്ങുക? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ച പോലെ തന്നെയാണ് ആദ്യഘട്ടം മുതൽ ഉന്നതരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്നൊരു വലിയ പരാമർശം നിലനിന്നിരുന്നു എന്നത് തന്നെയാണ്. ഈ ഹൈക്കോടതിയുടെ വിമർശനം വന്നതിന് ശേഷമാണ് ഈ സ്മാർട്ട് ക്രിയേഷന്റെ സ്ഥാപകനായ പങ്കജ് ഭണ്ഡാരിയെയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനെയും ഉൾപ്പെടെ പിടികൂടിയത് എന്ന് തന്നെയാണ്. അവരുടെ മൊഴികളിലൊക്കെ തന്നെയും ഗോവർദ്ധനൊക്കെ പറയുന്നത് താൻ തികഞ്ഞൊരു ഭക്തൻ മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയധികം തുക തങ്ങൾ നൽകി. ഭഗവാന്റെ സ്വർണ്ണമാണെന്നറിഞ്ഞപ്പോൾ പ്രായശ്ചിത്തമായി 10 പവൻ മാല നൽകി. പക്ഷേ അത് മഹസറിൽ പോലും രേഖപ്പെടുത്തിയില്ല, മാളികപ്പുറത്ത് സമർപ്പിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ കണക്കിൽപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ, സ്വർണം ഉൾപ്പെടെയുള്ള ഭക്തർ നൽകുന്ന അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങി എന്നത് തന്നെയാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ വരുന്നു. വ്യവസായിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. രോഹിണി, ഡി മണി എന്നൊരു സംഘം, അത് തമിഴ്നാട് സ്വദേശി, ദുബായിൽ ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഈ ഇടനില നിന്നത് എന്നൊരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പണമിടപാട് നടന്നത്. 2019-2020 കാലഘട്ടത്തിലാണ് ഈ പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ കൈമാറ്റം നടത്തിയത് എന്നുൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും അന്വേഷണ സംഘം അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഡി മണി എന്താണ്, അതിന്റെ കേന്ദ്രങ്ങൾ എന്താണ്, ഏത് പഞ്ചലോഹ വിഗ്രഹമാണ്, അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം കൂടുതൽ കടക്കുമ്പോൾ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നതോടൊപ്പം കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം. ഭക്തർ നൽകുന്ന കാണിക്കകൾ പോലും അല്ലെങ്കിൽ സംഭാവനകൾ പോലും കൃത്യമായി അവിടേക്ക് എത്തിയിരുന്നില്ല എന്നൊരു ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. രോഹിണി, അതെ, ദിസ്നാഥേലും ശബരിമലയിലെ കൊള്ളയുടെ വ്യാപ്തി ഇങ്ങനെ നാൾക്ക് നാൾ വർദ്ധിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തി എന്നാണ് വ്യവസായിയുടെ മൊഴി വരുന്നത്. 2019-20 കാലയളവിലാണ് ഇത്തരത്തിൽ വിഗ്രഹ കടത്ത് നടന്നത്. വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ ദുബായ് കേന്ദ്രീകരിച്ച് എന്നുള്ള വ്യവസായിയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ശബരിമല സ്വർണ്ണ കവർച്ചയിലെ അന്താരാഷ്ട്ര ബന്ധം എന്നുള്ളത്. കോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, കോടികളുടെ കവർച്ചയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.